ആശാൻ വെള്ളത്തിന്റെ കൂടെ മേലേക്ക് തെറിച്ചു വരികയാണ്. നോക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് വെള്ളത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പഴയ വാള് അതും കൂടി തെറിച്ചു വരുന്നുണ്ട്. പിന്നെ അത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിപ്പോ തെറിച്ചു പോവാണ്. അത് നേരെ വന്നിട്ട് മാത്യുവിന്റെ ബോട്ടിൽ വന്നിങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട്. ഫിന്നാണെന്നുണ്ടെങ്കിൽ തെറിച്ചിട്ട് ഇപ്പോ മോവിന്റെ ബോട്ടിന്റെ മുകളിലേക്കാണ് പോയി വീണത്. ഫിന്നിനെയാണെങ്കിൽ ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന മോ അവനെ പിടിച്ചിട്ട് നല്ല പൊട്ടികൾ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തല്ലക്ക വാങ്ങിച്ചു കൂട്ടിയിട്ട് ഫിന്നിപ്പോ ഒരു വിധത്തില് ഇവരുടെ ആ ഒരു ഷിപ്പിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. ഇവർക്ക് അന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു വാള് അത് ഒരുപാട് വർഷം പഴക്കമുള്ള വാളായിരുന്നു. അതൊക്കെ ചെറിയൊരു അക്വേറിയത്തിൽ ഇട്ട് വെച്ചിട്ട് അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ഈ ഒരു സമയത്ത് നമ്മുടെ ഫിന്നാണെന്നുണ്ടെങ്കിൽ നേരെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വാളും എടുത്തിട്ട് ബിഗ് ബണ്ണിനെ കാണാനായിട്ട് വന്നേക്കാണ്. ബിഗ് ബണ്ണി ആണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ടപ്പോ തന്നെ ഷോക്ക് ആവുന്നുണ്ട്. ഡേയ് നീ ഇതുവരെ ചത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ഫിന്നാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാണ്, നിങ്ങളിപ്പോ മോവായിട്ട് പുതിയ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഇപ്പൊ ഞങ്ങളും അവിടെയുണ്ട് അവരും അവിടെയുണ്ട്. അപ്പൊ ആ ഒരു ട്രഷർ കിട്ടാനുള്ള ചാൻസ് 50-50 ആണ്. നിങ്ങളിപ്പോ അവനെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മൊത്തം ട്രഷറിന്റെ 10% അത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു പൈസയില്ലേ അതും തരാം. എന്ത് പറയുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബിഗ് ബണ്ണി ആണെന്നുണ്ടെങ്കിൽ അവന് നേരെ വന്നിട്ട് പറയാണ്, നീ ഒരു ട്രഷർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലാതെ വിടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ആലോചിക്കാം, അത്ര എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് തിരിച്ചു വിടുകയാണ്.